പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വരുന്ന ഡിസംബർ 30 ബുധനാഴ്ച മഗ്‌രിബ് വാങ്കോടെ കയറി വരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 2ാമത്തെ 10ൻ്റെ ആദ്യത്തെ രാവാണ്. അപ്പോൾ ആദ്യത്തെ 10 പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞ് 2ാമത്തെ 10ലേക്ക് ചേരാൻ പോകുന്ന ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ നിർബന്ധമായും ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരുക്കി വെക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. പരമാവധി നമ്മുടെ ക്ലാസ് കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം, നിർബന്ധമായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രത്യേകിച്ച് കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ദുആ ചെയ്യണം. എല്ലാവർക്കും ദുആ ചെയ്യുന്നു. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം അതിൻ്റെ 2ാമത്തെ 10ലേക്ക് കയറി വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭമായ ദിക്റുണ്ട്. ആ ദിക്ർ നിർബന്ധമായും 100 തവണ റജബിൻ്റെ 2ാമത്തെ 10 മുഴുവനും നമ്മൾ പാരായണം ചെയ്യണം. ആ ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കൂലി ആ പരിശുദ്ധമായ തസ്ബീഹിന് അല്ലാഹു ഈ ഉമ്മത്തിന് നൽകും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ 2ാമത്തെ 10ൻ്റെ ബുധനാഴ്ച മഗ്‌രിബ് മുതൽ നമ്മൾ സജീവമായിട്ട് 10 ദിവസങ്ങളിൽ 10 രാവുകൾ 10 പകലുകൾ 100 വട്ടം വീതം ചുരുങ്ങിയത് നമ്മൾ പാരായണം ചെയ്യേണ്ട ദിക്ർ തസ്ബീഹ് ഇതാണ്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം, ഓതിയിരിക്കണം. ഏതാ നമുക്കൊന്ന് പരിചയപ്പെടാം. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്ന് പറയുന്ന തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. ആ അല്ലാഹു ആരാ? അല്ലാഹുവിൻ്റെ മനോഹരമായ സിഫത്ത് പറയാം. അൽ അഹദ്, അവൻ ഒരുവനാണ്. അസ്വമദ്, അവൻ നിരാശ്രയനാണ്. ഒരാളെയും അവനെ ആശ്രയിക്കേണ്ട കാര്യമില്ല, ഒരാളെയും അവനക്ക് ആവശ്യമില്ല, എല്ലാവർക്കും അവന് ആവശ്യമുണ്ട്. അതാണ് സ്വമദ്. അപ്പോൾ സ്വമദായ അഹദായ അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറയുന്ന തസ്ബീഹ് അൽഹംദുലില്ലാ 100 വട്ടം വീതം 2ാമത്തെ 10ൽ സജീവമായി നമ്മൾ പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധമായ ഈ 2ാമത്തെ 10ൽ റജബിൻ്റെ 2ാമത്തെ 10ൽ 2 വെള്ളിയാഴ്ച രാവ് കയറി വരുന്നുണ്ട്. 2 വെള്ളിയാഴ്ച രാവ്, 2 വെള്ളിയാഴ്ച. അതിൽ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ചയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നോമ്പ് പ്രത്യേകം സുന്നത്താണ്. റജബ് എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ്, അതേപോലെ വ്യാഴാഴ്ച പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിലെ എല്ലാ ദിവസവും സുന്നത്തുള്ള ഒരു സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഞാൻ കരുതി, അതോടൊപ്പം വ്യാഴാഴ്ചയുടെ കരുതി എന്ന് പറഞ്ഞാൽ 2 കൂലി കിട്ടും. പിന്നെ നോമ്പ് ഖളാ വീട്ടാനുള്ളവരുണ്ടെങ്കിൽ ആ നീയത്തോടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 കൂലിയായി. അപ്പോൾ തീർച്ചയായും വ്യാഴാഴ്ച 2 വ്യാഴങ്ങൾ കയറി വരുന്നുണ്ട്. അപ്പോൾ 2 സുന്നത്ത് നോമ്പുകൾ ഈ 2ാമത്തെ 10ൽ തന്നെയുണ്ട്. അത് പ്രത്യേകം നിയ്യത്തുകൾ, നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കൃത്യമായി നിയ്യത്ത് ഓർമ്മ വേണം എന്നുകൂടെ ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ മറ്റൊരു 3ാമത്തെ കാര്യമാണ്, പരിശുദ്ധമായ റജബിൻ്റെ 2ാമത്തെ 10ൽ കയറി വരുന്ന വെള്ളിയാഴ്ച. ആഴ്ചയിൽ സയ്യിദുൽ അയ്യാം, ഏറ്റവും പോരിശാക്കപ്പെട്ട ദിവസമാണ്. ആഴ്ചയിലെ മറ്റു ദിവസത്തിൻ്റെ തെറ്റുകൾ പൊറുക്കുന്ന 6 ലക്ഷത്തോളം ആളുകൾക്ക് പ്രത്യേക നരകമോചനം കൊടുക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച, നോർമൽ വെള്ളിയാഴ്ച. അപ്പോൾ റജബിൻ്റെ വെള്ളിയാഴ്ചയാകുമ്പോഴോ, റജബിൻ്റെ സാധാരണ ഒരു ദിവസം, അത് വെള്ളിയാകട്ടെ, ശനിയാകട്ടെ, ഞായറാകട്ടെ, ഏത് ദിവസമാകട്ടെ, വെള്ളിയാഴ്ച ദിവസമല്ലെങ്കിൽ പോലും ഒരു ദിവസത്തിൽ റജബിൽ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന് നരകമോചിതരുണ്ട്. അള്ളാഹു നരകമോചനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയോ പ്രത്യേകം പൂരിശയും നരകമോചനം ഉണ്ടല്ലോ. അപ്പോൾ വെള്ളിയാഴ്ചയുടെ കർമ്മങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് 2 വെള്ളിയാഴ്ചയുണ്ട് ഈ 2ാമത്തെ 10ൽ. അത് ഒരിക്കലും നമുക്ക് മിസ്സാകാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ആ വെള്ളിയാഴ്ചയിൽ നമ്മൾ എല്ലാ അമലുകളും, ഓരോന്നും വിശദീകരിക്കുന്നില്ല, ഓരോ സുന്നത്തുകളും പ്രത്യേകം കെയർ ചെയ്യണം, പ്രത്യേകം ദുആ ചെയ്യണം. വലിയ ഇജാബത്താണ്, രാവും പകലൊക്കെ ഇജാബത്താണ്. സ്വലാത്തുകളെമ്പാടും വേണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ കർമ്മങ്ങളൊന്നും മുടങ്ങാതെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 4ാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ 2ാമത്തെ 10ലാണ് കയറി വരുന്നത് അയ്യാമുൽ ബീളിൻ്റെ, വെളുത്ത വാവിൻ്റെ സുന്നത്ത് നോമ്പുകൾ. എല്ലാ അറബി മാസവും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിലും നാട്ടിലുണ്ടാകുമ്പോഴും യാത്ര പോയാലും ഒഴിവാക്കാത്ത സുന്നത്ത് നോമ്പാണ് അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ്. അത് എല്ലാ അറബി മാസവും 13, 14, 15 3 ദിവസങ്ങളാണ് കയറി വരുന്നത്. എല്ലാ അറബി മാസവും 13, 14, 15. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് പരിഗണിച്ചു കൊടുക്കണം. അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് പരിശുദ്ധമായ റജബിൻ്റെ
13-ാമത്തെ ദിവസം, അതേപോലെ 14, 15 ഈ 3 ദിവസങ്ങളിൽ നമ്മൾ സാധാരണ നമുക്ക് റജബിൽ എല്ലാ ദിവസവുമുള്ള സുന്നത്ത് നോമ്പ് ആ ദിവസമുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ച് അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പുണ്ട്. ഫർള് ഖളാ വിട്ടാനുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എമ്പാടും കൂലി വാങ്ങാം. ആ നോമ്പ് ഒഴിവാകാതെ നോക്കണം. വല്ലാത്ത പുരുഷാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് പ്രത്യേകം വസിയ്യത്ത് കൊടുക്കുന്നുണ്ട്, പ്രത്യേക ഒരു ഓർമ്മ കൊടുക്കുന്നുണ്ട്. അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കൂലി കിട്ടും, സ്വർഗം കിട്ടുമെന്ന് മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. നല്ല മനസ്സുണ്ടാകുമെന്നാണ്. നല്ല മനസ്സ്, നമ്മുടെ കൽബ് നന്നാകും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നോമ്പ് പ്രത്യേകം നോട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റജബ് മാസത്തിലെ ഒരു നെഹ്സിന്റെ ദിവസം 2-ാമത്തെ 10-ൽ കയറി വരുന്നുണ്ട്. അത് റജബ് 16-ാമത്തെ ദിവസമാണ്. അതായത് ജനുവരി 6 ചൊവ്വാഴ്ച ദിവസം. അത് ഈ മാസത്തിന്റെ ഒരു നെഹ്സിന്റെ ദിവസം, അതായത് ഈ റജബിന്റെ 2-ാമത്തെ 10-ന്റെ ഇടയിൽ വരുന്ന ഒരു നെഹ്സിന്റെ ദിവസമാണ്. അതുകൂടെ നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം 2-ാമത്തെ 10-ലേക്ക് കടക്കാൻ പോകുന്ന ഈ ഒരു വേളയിൽ തീർച്ചയായും നമ്മൾ ഉടൻ തന്നെ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ, ഒന്നും മിസ്സാകാതെ പ്രത്യേകം നോട്ട് ചെയ്യണം. ആ നന്മകളെല്ലാം സ്വീകരിക്കണം. ഈ ക്ലാസ് നിർബന്ധമായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം നമ്മൾ ഷെയർ ചെയ്യണം. ഒരുപാട് പേര് കമന്റിൽ സന്തോഷം പറയുന്നു. അൽഹംദുലില്ലാ, എത്ര റാഹത്താണെന്നറിയോ ആ സന്തോഷം പറയുമ്പോൾ. ചുരുങ്ങിയത് എത്ര തിരക്കാണെങ്കിലും ഒരു അൽഹംദുലില്ലാ എന്ന് പറയാതെ പോകില്ല. സഹോദരന്മാര്, സഹോദരിമാര്, ഉമ്മൂപ്പമാര്, അത് വലിയൊരു സന്തോഷമാണ്. എന്തുകൊണ്ട്? ഈ നമ്മുടെ ക്ലാസ്സിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കമന്റ് കാണുമ്പോൾ ചുമ്മാ ഒരു സന്തോഷമല്ല, പിന്നെ ഈ ക്ലാസ് ഒരുപാട് പേരിലേക്ക് എത്താൻ ഒരു കാരണമാണല്ലോ അല്ലാഹ്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഉമ്മമാര് ഉപ്പമാര് ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷം, അത് വലിയൊരു പുണ്യമാണ്. ഒരു പുണ്യമാണ്. ഒരു നന്മ മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കാനുള്ള പുണ്യം. നമ്മളൊരു നന്മ ചെയ്യുന്നു, അറിയുന്നു, ആ കൂലി നമ്മളിൽ നിൽക്കും. നമ്മൾ കാരണമായി വേറൊരാൾ അറിയുന്നു, ചെയ്യുന്നു, ആ പുണ്യം അങ്ങോട്ട് പോകും. അത് പുണ്യമാക്കപ്പെട്ട റജബിലാകുമ്പോഴോ പൂരിശാക്കപ്പെട്ട ദിവസങ്ങളിലാകുമ്പോഴോ ആ ബെനിഫിറ്റ് മുഴുവൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് നിർബന്ധമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണം. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അൽഹംദുലില്ലാ, അടുത്ത ഒരു വിജ്ഞാനത്തിന്റെ നുറുങ്ങുവട്ടവുമായി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സമ്മേളിക്കാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.